ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടാ വന്നെന്ന്. വാ നോക്കാം. ആരാ? എന്താ മനസ്സിലായില്ല? ബെഡ്റൂം ആയി ഉണ്ടോ? ബെഡ്റൂം ആയില്ല, ബെഡ്ഷീറ്റ് ഉണ്ട്. തമാശ പറഞ്ഞാണോ? അല്ല, തമാശ അല്ല. റിച്ചാർഡ് ഗോൺസാൽവസും എമിലി ബോണറ്റും ഒരു ബെഡ്ഷീറ്റ് മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ആക്ഷൻ മൂവിയാണ് ദി ബെഡ്ഷീറ്റ്. ഇന്റർവെൽ കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ആണ് കഥ കൊണ്ടുപോകുന്നത്, അല്ലടാ? വേണോ? വേണ്ട റോസ, ഐ ലവ് യു. ഉണ്ടോ? ഉണ്ട്. ഇല്ല, ഔട്ട് ഓഫ് സെഷനാ. ഓ, എന്നോട് ഇഷ്ടം കൂടാ. ആ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? കുറച്ചു നേരമായല്ലോ തുടങ്ങിട്ട്. മതി പറഞ്ഞത്. ബൈക്കിലുള്ള ഫോളോ ചെയ്യില്ലേ? വെച്ച് നടത്താൻ ഭാവമെങ്കിൽ വിവരം അറിയും. മടി. സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ്, ഒന്നേ. ബ്രദേഴ്സ്, ബ്രദേഴ്സ്, ഒരുത്തനും കാസറ്റ് എടുത്തിട്ടില്ല. ഒന്നേ. ചോദിക്കുന്നോണ്ട് പരിഭവം തോന്നരുത്. നിങ്ങൾ കാസറ്റ് എടുക്കാൻ തന്നെയാണോ വന്നത്? വേറെ എവിടെ എന്തിരിക്കുന്ന എടുക്കാൻ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതാ സംശയം. മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? മെമ്പർഷിപ്പ് എടുക്കണം. ഇപ്പൊ സമയമില്ല, നാളെ വരാം. ആഹാ, ചെത്ത് പിള്ളേരാ സാറേ. സൂക്ഷിച്ച് സംസാരിച്ചില്ലേ ചെത്തിക്കളയും. അല്ല, സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. ഞാൻ ശാന്തിനഗറിലെ പുതിയ താമസക്കാരനാ. ഓ, ഫസ്റ്റ് സ്ട്രീറ്റിലെ കോളേജ് ലെക്ചർ ആണല്ലേ? ഞാൻ ശാന്തിനഗർ അസോസിയേഷൻ സെക്രട്ടറി ചാണ്ടിക്കുഞ്ഞ്. അറിഞ്ഞു, ഗൂർക്ക പറഞ്ഞു. പറഞ്ഞല്ലേ? ജോലി കൊടുത്തതിന്റെ ബഹുമാനമാണ്. എന്റെ പേര് ദിവസവും 4 പേരുടെ അടുത്ത് പറഞ്ഞ് എന്നെ നാറ്റിച്ചില്ലേ, അവൻ ഉറങ്ങുകയല്ല. ഇവിടുത്തെ ഹിന്ദി കാസറ്റുകൾക്കും പുള്ളി നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. എനിക്കൊരു മെമ്പർഷിപ്പ് വേണമായിരുന്നു. അതിന്റെ ടേംസും കാര്യങ്ങളൊക്കെ. സിമ്പിൾ. സാർ അകത്തോട്ടിരുന്നാട്ടെ. കമാ. സാർ ഇവിടെ വരുന്നു, തിരയുന്നു, ഇഷ്ടമുള്ള കാസറ്റ് എടുക്കുന്നു, VCR ഫീഡ് ചെയ്യുന്നു, പടം കാണുന്നു, തിരിച്ചിവിടെ കൊണ്ട് തരുന്നു. റെന്റ് 8 rupees പെർ കാസറ്റ്. ഇവിടെ കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവൻ അവിടെ വന്ന് കളക്ട് ചെയ്യും. വേണ്ട, ഞാൻ തന്നെ റിട്ടേൺ ചെയ്തോളാം. മതി. നോക്കി നിൽക്കാതെ രജിസ്റ്റർ എടുത്തൊന്ന് എഴുതണം സാർ. എങ്ങനെയുണ്ട് ഈ സാരി? എവിടുന്നാ? ഇൻസ്റ്റാൾമെന്റിൽ എടുത്തതാ. അപ്പുറത്തെ രാധിക നിർബന്ധിച്ചപ്പോ ഞാനും ഒന്നെടുത്തു. എങ്ങനെയുണ്ട്? ഈ ഇൻസ്റ്റാൾമെന്റ് ഏർപ്പാടൊക്കെ കളിപ്പീര. എത്ര രൂപയായി? 225 പറഞ്ഞു. 200 തന്നു. അല്ല, വില കൂട്ടിയിട്ടിട്ട് സൗകര്യം പോലെ കുറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലോ. കടയിൽ നിന്നായിരുന്നെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടിയനെ. സ്റ്റഫ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മോളിതൊന്നും ഉടുത്ത് കാണാതെ ഞാൻ എങ്ങനെ ഫൈനലായിട്ടൊരു അഭിപ്രായം പറയുന്നത്? ഇപ്പൊ വേണോ? ഇപ്പൊ തന്നെ ഒരു ഡ്രസ് റിഹേഴ്സൽ നടത്തി വെച്ചാ ഞായറാഴ്ച പാട്രിക്കിന്റെ മാരേജിന് എനിക്കിത് സജസ്റ്റ് ചെയ്യാലോ. പാട്രിക്കിന്റെ മാരേജിന് ഞാൻ വരണോ? പിന്നെ ഞാൻ തനിച്ചു പോവാനോ? അത് കൊള്ളാം. ഇതൊന്നും ഉടുക്ക്. ചെല്ലേ. സുരേന്ദ്ര സാറിന്റെ വൈഫ് ഇതുപോലെ വെട്ടില് വീണതാ. കഴുകിയപ്പോ നിറം മുഴുവൻ ഇളകിപ്പോയി. കോയമ്പത്തൂരിലെ മില്ലിൽ വരുന്ന വേസ്റ്റ് ഇവന്മാര് കിലോ കണക്കിന് തൂക്കിക്കൊണ്ടിരുന്ന. നല്ല സാധനോട്ട് കിട്ടത്തുമില്ല. മാസാമാസം എന്റെ മോന്ത കാണുകയും വേണം. അതുകൊണ്ട് ആരും മേടിക്കാതിരിക്കല്ലേ? ഞാനൊരു സാരി എടുത്തത് പ്രേമേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞാ മതിയല്ലോ. അയാൾ വരുമ്പോ ഇത് തിരിച്ചു കൊടുത്തേക്കാം. റെഡി. ആഹാ, എന്റെ മോളെ കലക്കി. എന്ത് രാജേട്ടാ ഇത്? അപ്പുറത്തൊക്കെ ആളുകളുണ്ട്. എന്തൊരു മാച്ചിങ്. എന്റെ മോളുടെ ആർട്ടിസ്റ്റിക് ടാലന്റ് ഏട്ടൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പൂവിന് നിറം പോലെ അങ്ങനെ ശരീരത്തിൽ ചേർന്ന് കിടക്കുകയല്ലേ? അയ്യോ രാജേട്ടാ, താഴെ നിർത്ത്. ഞാൻ വീഴുന്നേ. ഞാൻ എടുത്തേക്കുമ്പോ വീഴാനോ? സാരി മേടിച്ചതിനല്ല ഞാൻ കുറ്റപ്പെടുത്തിയത്. പെണ്ണുങ്ങളെ കബളിപ്പിച്ച് കാശുണ്ടാക്കാൻ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വീഴുവരുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ടെക്സ്റ്റൈൽ ഷോപ്പിലാകുമ്പോ ആവശ്യത്തിന് സെലക്ഷനും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു കൊടുത്തേക്കാവുന്ന. ഇന്ന് മുഴുവൻ കുറ്റപ്പെടുത്താൻ ഒരു കാര്യം കിട്ടി. ഒന്ന് നിർത്തി. എന്റെ സെലക്ഷൻ പുള്ളിക്ക് ഒത്തിരി ഇഷ്ടായി. അതിന് ഐസ്ക്രീം വാങ്ങിത്തരാൻ കൊണ്ടുപോവാ. പോട്ടെ. സാറല്ലേ? ഉണ്ട്. ഞാൻ അന്വേഷിച്ചു പറഞ്ഞു. പോട്ടെ.
ഇന്ന് ആരും വരുന്നില്ലല്ലോ ചേട്ടാ. നമുക്ക് അടച്ചിട്ട് പോകാം. തുണി വല്ലതും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടോ? എടുക്കടോ. ഹലോ, ചണ്ടീസ് വീഡിയോ. അയ്യോ, മേഡത്തിന് ഏത് കാസറ്റാണ് വേണ്ടത്? ഇപ്പൊ കൊണ്ടുവരാം. മിസ്സിസ് മാലതി സുകുമാരന് ആദാമിന്റെ വാരിയല് വേണമെന്ന് കൊണ്ട് കൊടുത്തിട്ട് അതുവഴി ഞാൻ വീട്ടിൽ പോകും. മെമ്പേഴ്സിനോട് പൊളൈറ്റ്നെസ് നല്ലതാണ്, പക്ഷെ ലൈബ്രറിയുടെ പേര് മാറ്റരുത്. ചാണ്ടീസ് വീഡിയോസ് അല്ല. ബോത്താർ മാത്തമാറ്റിക്സ്, രണ്ടും കണക്ക് തന്നെ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. 200 രൂപ കൂടി വേണം. മിസ്സിസ് സുകുമാരൻ വാരിയലിന്റെ കൂടെ 200 രൂപയും കൂടി ചോദിച്ചോ? രൂപ എനിക്കാ. ഒരു ജോഡി ഷൂ മേടിക്കണം. ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ആരുടെ ശമ്പളത്തിൽ നിന്ന്? എന്റെ ശമ്പളത്തിൽ നിന്ന്. നിനക്ക് എത്ര രൂപ ശമ്പളം? 150. ഈ മാസം എത്ര രൂപ പറ്റുണ്ട്? 350. അത് പിടിച്ചിട്ട് ബാക്കി ആലോചിക്കാം. വീഡിയോ ലൈബ്രറി സ്റ്റാഫിന്റെ കടങ്ങളൊക്കെ എഴുതി തള്ളാൻ സർക്കാർ എപ്പോഴാ പറയുന്നത് അറിയാൻ മേല. ചൂവയായിരിക്കണം. ട്രബിളൊന്നും ഇല്ലല്ലോ, നല്ലപോലെ ഓടിയില്ലേ? ഇങ്ങനെ പോയാൽ ട്രബിൾ ഉണ്ടാകും. താൻ ഓടേണ്ടി വരും. എന്താ സാർ, വല്ല ജമ്പോ ജെർക്കോ അല്ലോ? നിങ്ങളെ ഏത് കാസറ്റാ തന്നത്? ശ്രീകൃഷ്ണലീല. ശ്രീകൃഷ്ണലീല. ഇത് മറ്റവനാ. മറ്റവനോ? എന്താ അറിയാൻ വയ്യാത്ത പോലെ? നല്ലൊരു അഷ്ടമരോഹിണിയായിട്ട് കുടുംബത്തോടെ ഇരുന്ന് കാണാമെന്ന് വെച്ചെടുത്തതാ. കണ്ടതുമില്ല, മാനവും പോയി. ഹോ, ഇനി അമ്മായിയമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അയ്യോ, നോക്കാൻ വയ്യാത്ത വിധത്തിൽ അമ്മായിയമ്മയുടെ മുഖത്തിന് എന്തോ പറ്റി സാർ? എടോ, ഇത് ബ്ലൂവാ. ശ്രീകൃഷ്ണലീല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ? അതെ. പിന്നെ അതെങ്ങനെ ബ്ലൂ ആയി? ബ്ലൂ ലഗോണ്ട് അടുത്ത വെച്ചിരുന്നു, അതൊന്ന് പറഞ്ഞായിരിക്കും. അത് ശരിയാ, മാഗ്നറ്റിക് ടേപ്പ് അല്ലേ? അങ്ങനെയും സംഭവിക്കാം. കിടന്ന് ഉരുളാൻ നോക്കണ്ട, രണ്ടിനെയും ഞാൻ അകത്താക്കും. റെസിഡൻഷ്യൽ കോളനിയിലാ തന്റെ ഈ തോന്നിയാസം. എന്താ ജോസഫ് സാറേ പ്രശ്നം? പുരാണ സിനിമയുടെ കാസറ്റ് എന്നും പറഞ്ഞ് തന്നത് വൃത്തികെട്ട കാസറ്റാ. അത് ചോദിച്ചപ്പോ രണ്ടും കൂടി എന്നെ ഊശിയാക്കുക. പോലീസ് വന്ന് ചോദിക്കുമ്പോ സമാധാനം പറയുമെന്ന് നോക്കാലോ. ജോസഫ് സാർ, അല്ല, ജോസഫ് സാർ പ്ലീസ്. എന്താടോ ചാണ്ടിയത്? ഈ മരങ്ങോടൻ എടുത്തു കൊടുത്താ. എന്താടോ മരങ്ങോടായത്? അവർ മാറിപ്പോയതാ. ഓ, കൃഷ്ണലീലയല്ലേ? സതീശാല നീല കലർന്നു വെച്ച് അയാളത്ര ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. പോലീസ് ഒന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയണം. സാർ അയാളോടൊന്നും പറയണം, പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. പോലീസുകാർ ഇതിനകത്ത് കയറിയ പിന്നെ ചെലവാ. സാർ പറഞ്ഞ അയാൾ കേൾക്കും. ഞാൻ പറഞ്ഞു നോക്കാം. ഇൻസ്പെക്ടർ ബലറാം ഉണ്ടോ? ഓക്കെ, നിൽക്കാതെ എടുത്തു കൊടുക്കണോ? ജോസഫ് സാറിന് പറ്റിയ അബദ്ധം നമുക്ക് വരണ്ട. ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാരും കൂടി ഇരുന്ന് കാണാം, അല്ലേ? ഞാൻ ചോദിച്ചിട്ട് ഇയാൾ ഒന്നും പറയുന്നില്ല. ഇയാൾ നിന്ന് കിതയ്ക്കാതെ പെട്ടെന്ന് കാര്യം എന്താണെന്ന് പറ. പെട്ടെന്ന് പറയാൻ വേണ്ടിയല്ലേ ഞാൻ സ്പീഡ് കിടക്കുന്നത്. താനൊന്ന് പറഞ്ഞു തൊലച്ചിട്ട് എവിടെങ്കിലും പോയി കിതയ്ക്ക്. ചോർ മജായ ചോർ. അതെ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ മതിയാ? ഒരു മുഴുത്ത കള്ളനെ ആ മതിൽ അടിക്കണം. ഏത് മതില്? ബാങ്കിന്റെ ഭാഗത്തേക്ക് പോയി. എന്താ ബാങ്കിന്റെ മതിലോ? അല്ല, ബാങ്കിന്റെ അപ്പുറത്തെ മതിലുള്ള വീടിന്റെ മതില്. അല്ല, HMT ജോലിയുള്ള മേനൻ സാറിന്റെ മതില്. എന്നിട്ട് എങ്ങോട്ട് പോയി? മിർച്ചി മസാല ഞാൻ കണ്ടില്ല. കിന്തു ബീസാൽ ബാദ് കുറെ ദൂരം ഞാൻ അവന്റെ പിന്നാലെ ഓടി പരന്നു. ഞാൻ അടുത്തിൽ നേരം നിൽക്കാനുള്ള ക്ഷമ അവൻ കാണിച്ചില്ല. ഈ ശാന്തിനഗറിൽ മാത്രമാണ് കള്ളന്മാരുടെ ശല്യം ഇല്ലായിരുന്നത്. ഇവിടുത്തെ കൂർഗ അച്യുതൻ സിംഗ് ആണെന്ന് കള്ളന്മാർ അറിഞ്ഞു കാണുമെന്ന്. തുണിയൊന്നും പുറത്ത് കിടപ്പില്ലല്ലോ. ഇല്ല, ഞാനെല്ലാം നേരത്തെ എടുത്തിട്ടു. മോളിയുടെ വീട്ടിൽ ടെറസിൽ നനച്ചിട്ടുന്ന തുണി മിനിഞ്ഞാന്ന് കള്ളം കൊണ്ടുപോയത്രേ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. തന്നെ അറിയിച്ചിട്ടല്ലേ കള്ളം മോഷ്ടിക്കാൻ വരുന്നത്. ഏതായാലും എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. ഉഷ്ണകാലമായതുകൊണ്ട് ആരും വിൻഡോ ഒന്നും തുറന്നിട്ട് കിടക്കണ്ട. ഇപ്പോഴിവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഫിറോസ് എന്റെ ഫ്രണ്ടാ. ശാന്തിനഗറിൽ ഒരു കണ്ണ് വേണമെന്ന് ഞാൻ അവനോട് പറയാം. ഒക്കുമെങ്കിൽ 2 പോലീസുകാരെ നൈറ്റ് പെട്രോളിന് അയക്കാൻ പറയാം. ഞാനിവിടെ ഉള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ സാർ? താൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ആവശ്യം. ഗോൾഡും വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സും ബാങ്കിന്റെ ലോക്കറിൽ വെക്കുന്ന സേഫ്. ഈ ശിവംപിള്ള സാറിനെ പോലെ ഇത്രയും പ്രൊഫഷണൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കണ്ടില്ലേ അർദ്ധരാത്രിയിലും ക്യാൻവാസിംഗ്. അതെങ്ങനാ? ഇതല്ലേ നമ്മുടെ കൂർക്ക. ഇനി എല്ലാരും പോയി ചന്ത ഉറപ്പിച്ചില്ലേ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. കള്ളവരാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. എടോ, ഞങ്ങളുടെ ഉറക്കം കെടുത്താനാണോ തനിക്ക് ശമ്പളം തരുന്നത്? എന്നാ ഇന്ന് ഉറങ്ങുന്നില്ല. ഗുഡ് നൈറ്റ്. നൈറ്റ്. രാധികയുടെ അദ്ദേഹത്തിന് നല്ല ഹ്യൂമർ സെൻസാ. ആ കൊച്ചൻ നല്ല മിടുക്കന്. എനിക്ക് അയാളൊരു മഹാബോറനായിട്ടാ തോന്നിയത്. ആളുകളുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ വരുത്തിക്കൂട്ടിയൊരു സംസാരവും അത് കേട്ട് ചിരിക്കാൻ കുറെ പേരും. എല്ലാരും നിന്നെ പോലെ ആയാലും അങ്ങനെയാടാ പ്രേമ. ഈ വീടിന്റെ മുമ്പിൽ ഈ കണ്ട ജനം അത്രയും കൂടിയിട്ട് നീ കമാന്ന രക്ഷയും മിണ്ടിയോ? എന്നാ ഞാൻ നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം. അമ്മയും മരുമോളും കൂടി കുറച്ച് കോമഡി എഴുതിത്താ. ഞാനത് പബ്ലിക്കിന് മുമ്പ് പറഞ്ഞിട്ട് ഹോ ഹോ എന്ന് ചിരിക്കാം. അയ്യ, തമാശ പറയുന്ന ആള്. തമാശ പറഞ്ഞില്ലേലും വേണ്ടില്ല, വലിയ സീരിയസ് ആകാതിരുന്നാ മതിയായിരുന്നു എന്റെ ദുശാസന. ബാബു, മറ്റേ കാസറ്റൊക്കെ എടുത്ത് മാറ്റിക്കോ.
നമസ്കാരം സാർ. താനാണോ ചാണ്ടീസ് വീഡിയോസിലൂടെ ചാണ്ടിക്കുഞ്ഞ്? അതെ. കഴിഞ്ഞ ദിവസം ഇവിടെ എന്താ സംഭവിച്ചത്? കുമാര സംഭവം ഏ? അല്ല, ഭക്തപൂജാല. സോറി, ശ്രീകൃഷ്ണലീലയിൽ ശകലം നീല അബദ്ധം പറ്റിയതാ. എടോ, തന്റെ കാസറ്റിൽ നീലമോ കര പറ്റിയെങ്കിൽ അതറിയേണ്ട കാര്യം പോലീസില്ല, മനസ്സിലായോ? ആ, ഹോം മിനിസ്റ്ററുടെ PS-ന്റെ മകളും കൂട്ടുകാരും കഴിഞ്ഞ ദിവസം കാസറ്റ് എടുക്കാൻ വന്നപ്പോ ഏതോ പൂവാലന്മാരോട് ഒന്ന് ശല്യം ചെയ്യുന്നു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ആരാവന്മാര്? ഇപ്പോഴാ പിടി കിട്ടിയത്. എങ്കിൽ പേര് മേൽവിലാസം പറഞ്ഞോളൂ. സി ചാണ്ടിക്കുഞ്ഞ് അഥവാ ചാക്കുണ്ണി ചാണ്ടിക്കുഞ്ഞ്, G20, ശാന്തിനഗർ. തന്റെ വിലാസം അല്ല ചോദിച്ചത്, അവന്മാരുടെ വിലാസം. അവന്മാരുടെ എനിക്കറിയില്ല സാർ. പിന്നെ തനിക്ക് പിടികിട്ടിയെന്ന് പറഞ്ഞതോ? സാർ ഇവിടെ വന്നത് എന്തിനാണെന്ന് പിടികിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ശാന്തിനഗർ അസോസിയേഷന്റെ സെക്രട്ടറി താനല്ലേ? അതെ. എന്നിട്ട് തനിക്ക് അവരെ അറിയില്ല? അവന്മാരെ ഞാൻ ഈ കോളനി കണ്ടിട്ടേ ഇല്ല. ഒരുത്തനെ മാത്രം പഴയ സിനിമ പോലെ നേരിയ ഒരു ഓർമ്മ. ഏത് വീട്ടിലേണെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അവന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ച് സ്റ്റേഷനിൽ അറിയിക്കണം. അറിയിക്കാം. പരസ്പര വിരുദ്ധമായ മറുപടി പറയണ്ടെന്ന് കരുതിയാ ഞാൻ ഒളിച്ചത്. അല്ലേലും നീ ഒരു മുതലാളി വിരുദ്ധനാണ്.